ഞാൻ ഈ കാണിച്ച പെൺകുട്ടിയാണ് ഫസീല. നല്ല ചിരിയില്ലേ? ഈ ചിരി മാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാഞ്ഞതല്ല, സ്വയം അവസാനിപ്പിച്ചതാണ്. അവസാനിപ്പിക്കാൻ കാരണം സ്വന്തം ഭർത്താവും വീട്ടുകാരും. 23 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഈ 2-3 മാസത്തിനിടയ്ക്ക് എത്രാമത്തെ കേസാണല്ലേ ഇത്? എത്ര പെൺകുട്ടികളാണ് ഇതുപോലെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാർ കാരണം ഇതുപോലെ ജീവിതം അവസാനിപ്പിച്ചത്. അതുല്യ, വിപഞ്ചിക, ഇനി നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും. ഇതിനൊരു അവസാനം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഇതുപോലുള്ള എത്ര കേസുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ ജീവിതം അവസാനിപ്പിച്ച എത്ര കേസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവസവും എന്ന പോലെ. ഇത്രയൊക്കെ ഓരോരുത്തർ പ്രശ്നം ഉണ്ടായിട്ടും കേസുകളും എല്ലാവരും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടും എന്നിട്ടും ഈ സമൂഹത്തിൽ വീണ്ടും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവാത്തത്. ഇവിടെ ഭർത്താവ് മാത്രമല്ല, ഭർത്താവിൻ്റെ വീട്ടുകാരും അമ്മയും എല്ലാം ഇതിൽ വില്ലത്തിയാണ്. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഫസീല ജീവിതം അവസാനിപ്പിക്കുമ്പോൾ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. 10 മാസം പ്രായമുള്ള ഒരു കുട്ടിയും കൂടി ഫസീലയ്ക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമതും പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആയതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് നിരന്തരമായിട്ടുള്ള കഠിനമായ പീഡനമായിരുന്നു ഫസീല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ന്യൂസ് ഒന്ന് കാണാം. 2 മാസം മുമ്പ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായപ്പോൾ വാപ്പ അറിയിച്ചു. വാപ്പ വരാൻ പോയപ്പോൾ പറഞ്ഞു വാപ്പ വരണ്ട, ഇവിടെ ഇനി വന്നിട്ട് നിങ്ങളും കൂടി ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, അങ്ങനെ കുട്ടിക്ക് ഇതിൻ്റെ തലയിട്ട് വീണ് കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞത്. അവിടെ വരുമ്പോഴാണ് സംഭവം അറിയുന്നത്. കറക്റ്റായിട്ട് ഉമ്മ അറിയണതും ഇവള് ഗർഭിണിയാണെന്ന് അറിയണതും അപ്പോഴാണ്. ഇന്നലെ അവൻ ഈ ഹോസ്പിറ്റലിൽ പയ്യൻ വന്നിരുന്നു. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. എന്നെ കുറയ്ക്ക് പിടിച്ചപ്പോൾ എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഇതാണ് അവൻ പറഞ്ഞ വാക്ക്. അതെന്താണ് പറ്റിയതെന്നൊന്നും നമുക്കറിയില്ല. പിന്നെയാണ് അവൻ പറഞ്ഞത് ഞാൻ ചവിട്ടിയിട്ടുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞത് അവിടെ വെച്ച്. സൂരജ് സജി തൃശ്ശൂരിൽ ചെയ്യുന്നു. സൂരജ്, ദിനേന എന്ന പോലെ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു, നമ്മളെ ഭയപ്പെടുത്തുന്നു. എന്താണ് ഫസീലയുടെ കാര്യത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ഭർത്താവ് കസ്റ്റഡിയിലാണോ? എന്തൊക്കെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ഇതും സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം? എന്തിനാണ് ഈ പെൺകുട്ടികൾ ഇതുപോലുള്ള കടുങ്കൈ കാണിക്കുന്നത്? ഇതുപോലെ ജീവിതം വഴിമുട്ടി ജീവിക്കാൻ ഒരു തരത്തിലുള്ള നിവൃത്തിയും ഇല്ല എന്ന് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ധൈര്യമെങ്കിലും കാണിക്കും. വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും എന്തൊക്കെ ജോലിയെടുത്ത് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാം. അതിനുള്ള ധൈര്യമെങ്കിലും കാണിച്ചൂടെ? ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. പെൺകുട്ടിക്കാണെങ്കിൽ നല്ല വിദ്യാഭ്യാസവും ജോലിയും എല്ലാം ഉള്ളതായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇതുപോലെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം? അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി നല്ലോണം ജീവിച്ച് കാണിക്കല്ല വേണ്ടത്. ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇതുപോലൊരു പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സൊല്യൂഷൻ ഉണ്ട്? മീഡിയാസിന് മുമ്പിലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും നല്ല തെളിവുണ്ടാക്കി ഇതുപോലൊരു വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്താൽ പോരെ? അല്ലാണ്ട് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ട് അവരിപ്പോൾ കുറച്ച് ഇതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പം അവർ വേറെ കിട്ടും. അപ്പോഴും ആർക്കാണ് ജീവിതം പോയത്? ജീവിതം അവസാനിപ്പിച്ച നമുക്കാണ് പോകുന്നത്. അതാണ് ആദ്യം ആലോചിക്കണം. ഇതുപോലെയൊക്കെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നമ്മളെ വീട്ടുകാർക്കും നമുക്കും മാത്രമാണ് നഷ്ടം ഉണ്ടാവുന്നത്. അല്ലാണ്ട് അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം ആ കുട്ടിക്ക് ഉമ്മ ഇല്ലാണ്ടായി.